ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ്. അവരങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ. നോക്കണേ, തിരിഞ്ഞവർ നോക്കിയില്ല. ഇവിടെ ഇപ്പോ സതീശൻ തൊഴിലാളിന്റെ ആളാകുന്നുണ്ട്. 21,000 കൊടുക്കുന്നുണ്ട്, 3,000 കൊടുത്ത് ആശാനെ പറ്റിച്ചിട്ട് വേഷം കെട്ടുന്നുണ്ട്. അറിയാമോ? കുറച്ച് കഴിഞ്ഞാൽ അറിയാം. പൂച്ച വെറ്റിയെടുക്കുക ട്രഷറിയിൽ നിന്ന് പറഞ്ഞിട്ട് ട്രഷറിയിൽ നിന്ന് കൊണ്ടു കൊടുക്കുക പൈസ. പൂച്ച വെറ്റാൽ ഇടുന്ന തറവാട്ടുന്നുണ്ടോ എന്താ മുഖ്യമന്ത്രി? 25-ാം തീയതി ഇപ്പം ബാക്കിയുള്ള ഈ 2,000 രൂപ പെൻഷൻ കൊടുക്കുന്നതായിരുന്നു. കേട്ടാ വിചാരിക്കും അവിടെ മുമ്പ് പറഞ്ഞൊരു മേനോനില്ലേ, മേനോൻ സമ്പാദിച്ച് വെച്ച് എടുത്തുകൊണ്ട് കൊടുക്കുകയെന്ന്. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ലോണം ഭരണം നടത്തി ട്രഷറിയിൽ വെച്ച കാശാണ് എടുത്തു കൊടുക്കുന്നത്. അവിടെ സൂക്ഷിച്ച 10 പൈസ ദൂർത്തടിക്കാത്തോണ്ടാ. ബഡായി നിർത്തുന്നില്ല. ചാനലുകാരനെ കൈ കൊടുക്കുക, പൊതിച്ചു കൊടുക്കുക. ഈ ചാനലുകാരൻ തിരിച്ചു പറയൂ, ഉമ്മൻചാണ്ടി വലിയ മാന്യനാണ്, വൃത്തിയുള്ളവരാണ്, മനുഷ്യസ്നേഹി എന്നുള്ള പറഞ്ഞൊരു അവസാനം ഉമ്മൻചാണ്ടിയാണ് ഭൂമിയിൽ പിറന്ന കാട്ടുകള്ളനെന്ന് ചാനലുകാർ പറഞ്ഞിട്ട് അവസാനം ചാണ്ടിപ്പം മരിച്ചുപോയി. അത് തന്നെ ഇയാളെ കൊണ്ടും പറയും. സംശയിക്കേണ്ട, കാത്തോളിങ്ങൾ അളവ് മൂടിവെക്കുന്നതിന് കണക്കുണ്ടായല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കോൺഗ്രസ് തിരിഞ്ഞു നോക്കിയില്ല. അവിടെ ആ സമരം എടുത്തത് INTUC തിരിഞ്ഞു നോക്കിയില്ല. എളുപ്പം കമ്മിറ്റിയോട് ഞങ്ങളിപ്പോഴും അഖിലേന്ത്യാ പണിമുടക്കിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിയാണ്ടിരിക്കണ്ട. പണിമുടക്കിലൊക്കെ അവരെ നമ്മൾ ചേർക്കൂ. കാരണം അവർ കൂടി വന്നോട്ടെ, ഇവരുള്ളവർ തിരിച്ചറിഞ്ഞോട്ടെ. ഇപ്പൊ ആലോചിക്കുക അഖിലേന്ത്യാ പണിമുടക്കിനെ കുറിച്ച്. ലേബർ കോഡ് വന്നുകൊണ്ടാണ് ആ തൊഴിലാളി അങ്ങനെ നിഷേധിക്കാനും ഉപദ്രവിക്കാനും സാധിക്കുന്നത്. ഇവിടെ വരാൻ പോവുക. ഇപ്പൊ ചില ആളുകൾ ചോദിക്കും, ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് എന്ത് ലേബർ കോഡ്? തിരുവനന്തപുരം തൊഴിലാളിയല്ലല്ലോ. വെറുതെ വിചാരിക്കുക നിങ്ങളെ യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശത്തിന്റെ മേലെ കൈവെക്കാൻ പോകുന്നത്. നിങ്ങൾ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുക സർക്കാരിന്. 30 രൂപ വരെ 35 രൂപ വേണം ഞങ്ങൾക്ക് 1.5 കിലോമീറ്റർ ഓടിയാൽ. അപ്പൊ ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഗവൺമെന്റ് മൈൻഡ് ചെയ്യുന്നില്ല. ഏത് ഗവൺമെന്റിലാട്ടെ. അപ്പൊ യൂണിയൻ ചേർന്ന് തീരുമാനിക്കുകയാണ്, ഞങ്ങൾ പണിമുടക്കും 18-ാം തീയതി അല്ലെങ്കിൽ 22-ാം തീയതി പണിമുടക്ക് തീരുമാനിച്ച് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ലേബർ ഓഫീസർ, ലേബർ കമ്മീഷണറോ അതിന്റെ അയാളെ നോട്ടീസ് വരും. യൂണിയൻ നേതാക്കൾ മരുന്ന് പിടിക്കും. ചർച്ച പരാജയപ്പെടും. പരാജയപ്പെടുത്താലോ മറ്റേ ഭാഗമുണ്ടല്ലോ, ഉടമസ്ഥന്റെ ഭാഗമുണ്ട്. ഉടമസ്ഥ തന്നെ ഗവൺമെന്റ് വർദ്ധിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കണം, ആലോചിക്കണമെന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച് ഒരു 4 തവണ മാറ്റി വെച്ചാൽ അങ്ങോട്ട് പണിമുടക്ക് നോട്ടീസ് കൊടുക്കുന്നത്. പണിമുടക്കാൻ പറ്റില്ല. എന്താ അറിയോ? നിലവിലുള്ള ലേബർ കോഡ് പ്രകാരം നിങ്ങൾ കൊടുത്ത ഡിമാൻഡ് നോട്ടീസിന്റെ മേലെയുള്ള നടപടി ഓൺഗോയിങ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക. ചർച്ച നടക്കാനില്ല. ലേബർ ഡിപ്പാർട്ട്മെന്റ് കുഴപ്പം കൊണ്ടല്ല, ഉടമസ്ഥൻ വരാഞ്ഞിട്ടോ അത് സമ്മതിക്കാഞ്ഞിട്ടോ അംഗീകരിക്കാഞ്ഞിട്ടോ. അങ്ങനെ ഓൺഗോയിങ് ഉള്ള സമയത്ത് നിങ്ങൾ പണിമുടക്കിയാൽ ആ പണിമുടക്ക് നിരോധിക്കും ഗവൺമെന്റ്. ആ പണിമുടക്ക് നിരോധിച്ചാൽ പിന്നെ കേസ് പറയാ. അന്നേരം പോലീസ് ഇന്നിപ്പല്ല നിൽക്കുക, വേറെ നിൽപ്പാ നിൽക്കുക. പിന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ നടക്കും. ഇതൊരു കമ്പനിയിലെ തൊഴിലാളിയാണെങ്കിൽ എത്ര ഭീകരമായിരിക്കണം ആലോചിച്ച് നോക്കൂ. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഓട്ടോറിക്ഷ എടുത്ത് വരുന്നത്. നമ്മൾ പണിക്ക് പോകുന്നില്ല, എനിക്ക് അതിൽ കൈക്കോട്ടെടുത്ത് പറമ്പ് പണിയെടുക്കാൻ പോകാൻ തീരുമാനിച്ചാൽ നമ്മൾ പട്ടിണിയാക്കാൻ പറ്റില്ല ആയിരിക്കാം. ഒറ്റ കഴിക്ക് എല്ലാവരും അങ്ങനെ ചെയ്യുന്നല്ല. അല്ലെങ്കിൽ ചുമടെടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു തെരുവച്ചോടത്തിന് എവിടെയെങ്കിലും ഒരു സൗകര്യം കിട്ടിയാൽ ചെറുപ്പം കുത്താനോ ജീവിക്കാനല്ലേ എന്ത് പണിയെടുത്തിട്ട് നമുക്ക് പട്ടിണിയാക്കാൻ പറ്റില്ലായിരിക്കാം. കമ്പനിയിലെ തൊഴിലാളിക്ക് അങ്ങനെ പോകാനാവും. ആ ഇത്രയും കാലം ജോലിയുടെ ആനുകൂല്യമുണ്ട്, സാമാന്യം മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ട്, അതനുസരിച്ച് പണിക്കെല്ലാം പോകാൻ പറ്റും. അപ്പൊ സംഘടിത മേഖലയിൽ എത്ര ഭീകരമായിരിക്കാം നിയമം. അതുകൊണ്ട് ഇതെല്ലാവരെയും ബാധിക്കാൻ പോവാണ്. ഈ രാജ്യം സ്വതന്ത്ര രാജ്യമെന്ന സങ്കല്പത്തിൽ നിന്നും എല്ലാം മാറുകയാണ്. കോർപ്പറേറ്റ് കമ്പനികളുടെ കീഴിലേക്ക് നമ്മുടെ രാജ്യം ചുവടുവെക്കുകയാണ്. ഇവിടെ തൊഴിലാളികളെല്ലാം, അത് INTUC ആട്ടെ, STU ആട്ടെ, BMS ആട്ടെ, CIT ആട്ടെ, അവരെല്ലാം ഒന്നു ചേർന്ന് കൃഷിക്കാരനെ കൂടി ചേർത്ത്, ചെറുപ്പക്കാരെ കൂടി ചേർത്ത്, സർക്കാർ ജീവനക്കാരനെ കൂടി ചേർത്ത് ഈ നയത്തിൽ പോകാൻ പറ്റില്ല എന്ന് ഗവൺമെന്റിനോട് തീരുമാനിക്കുന്നില്ലെങ്കിൽ നമ്മളാരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനി അതിലേക്ക് മരിച്ചുപോയാൽ സമാധാനിക്കുക. പക്ഷെ നമ്മുടെ മക്കളുണ്ടല്ലോ, അടുത്ത തലമുറയുണ്ടല്ലോ ഭൂമിയിൽ, അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ 3 രൂപ വർദ്ധിപ്പിച്ചു പെട്രോളില്ലേ സാർ? 3 രൂപ വർദ്ധിപ്പിച്ചു. 4 ഡീസലില്ലേ? പിന്നെ 4 രൂപ വർദ്ധിപ്പിച്ചപ്പോ എനിക്ക് തോന്നുന്നത്, എന്റെ കണക്ക് അത്ര ശരിയായിട്ടില്ല, 4 ഞാൻ ഓർത്തില്ല, അവിടെ കണക്കൂട്ടില്ല. 3 37 പൈസ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടല്ലേ? 37 പൈസ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ 40 പൈസയോ 45 പൈസയോ ഉണ്ട് ഒരു ലിറ്ററിന് മേലെ. നേരത്തെ LDF ഗവൺമെന്റ് വെച്ചപ്പോൾ ചില സന്ദർഭത്തിൽ ആ പൈസ ഗവൺമെന്റ് ഉപേക്ഷിച്ചിരുന്നു.
ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല, വേറെ പലതവണ ഉപേക്ഷിച്ചിരുന്നു. ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിനോട് പറയാനുള്ളത് ആ പൈസ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉപേക്ഷിക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഇപ്പം പൈസ കിടക്കുകയാണ്, ട്രഷറി കിടക്കുകയാണ്, പൈസ പൂച്ചയല്ല കിടക്കുന്നത്. കുള്ളനായ ആന്റണി, ഇനി കള്ളനാന്ന് പറഞ്ഞ ആക്ഷേപിക്കേണ്ട, കുള്ളനായ ആന്റണി പറഞ്ഞത് അവിടെ പൂച്ച വെട്ടി കിടക്കുക എന്നാണ്. അച്ഛനെ തെറ്റിപ്പോയതാണ്.